ഹായ്, ഞാൻ ഷിഫ മറിയം. ഇന്ന് ഞാൻ കുറച്ച് കാസ്കേഡിങ് അല്ലെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ്സിനെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സും അല്ല, ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അതായത് ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പെട്ടെന്ന് വളർന്ന ഒരു തിക്കായിട്ട് അല്ലെങ്കിൽ നല്ല ലെങ്ത്തിൽ വളർന്ന് താഴേക്ക് വരുന്ന ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള എൻ്റെ കയ്യിലുള്ളൊരു 5 പ്ലാന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കെയറൊക്കെ വളരെ എളുപ്പമാണ്. സ്പെഷ്യലായിട്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. എല്ലാ ചെടികൾക്കും നനക്കുന്ന പോലെ ദിവസത്തിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ അത്യാവശ്യത്തിനൊക്കെ കുറച്ചൊരു സൺലൈറ്റ്, പിന്നെന്താണ്, എപ്പോഴെങ്കിലും കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അത്ര മാത്രമാണ് ഇതിൽ ഞാൻ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും കെയർ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് വളരുന്ന, അതേപോലെ തന്നെ ഫാസ്റ്റായിട്ട് വളരുന്ന കുറച്ച് പ്ലാന്റ്സാണ് ഇന്ന് കാണിക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ പേര് ടെലീസിയ റെപ്പൻസ് അല്ലെങ്കിൽ ടർട്ടിൽ വൈൻ എന്നൊക്കെ പറയുന്നതാണ്. ഇതിപ്പോൾ വെച്ചിട്ട് ഒരു 3 മാസമേ ആയിട്ടുള്ളൂ ചട്ടിയിൽ വെച്ചിട്ട്. അപ്പോഴേക്കിന് ഇതിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വന്നു. പിന്നെന്താ, എന്താ പറയുക, കേളി ഹെയറുള്ളൊരു കുട്ടീൻ്റെ ഒക്കെ തല പോലെ അല്ലേ ഇത്. അപ്പോൾ അത് മാത്രമല്ല, വളർന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് എവിടെയെങ്കിലും കുത്തിയാൽ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്ന് താഴെ വീണാൽ തന്നെ പിന്നെ അത് അവിടെ ഇങ്ങനെ കിടന്ന് വളരും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്നാൽ നല്ല ഭംഗിയിൽ വളരുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ കെലീസിയ റെപ്പൻസ് എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ഇപ്പോൾ ഇത് വെക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇവരിങ്ങനെ താഴേക്ക് ഇങ്ങനെ വരുന്ന കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. ഈ പ്ലാന്റിൻ്റെ പേര് എവർഗ്രീൻ ടർട്ടിൽ വൈൻ എന്നാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റാണിത്. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ്റെത് പെട്ടെന്ന് വളരും. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇവിടെ താഴെ, ചെറിയൊരു കഷ്ണം തന്നെ മതി ഒരുപാട് അതിങ്ങനെ സ്പ്രെഡ് ആവാൻ. ഇതിന് പിന്നെ കാര്യമായിട്ട് മണ്ണൊന്നും വേണ്ട. നമ്മൾ എവിടെയെങ്കിലും ഒരു പിടി മണ്ണിലൊക്കെ കൊണ്ടുപോയി വെച്ചാൽ തന്നെ പിന്നെ ഇങ്ങനെ താഴെ വരുന്നൊക്കെ കാണാം. ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു മുള വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഫെൻസ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ കൊതുക് മുട്ട ഇടുമെന്ന് പേടിച്ചിട്ട് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മണ്ണ് നിറച്ചു. എന്നിട്ട് ഇതും വെച്ച് തരണം. ഇപ്പം അത് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഭയങ്കര, പിന്നെ കൂടുതൽ വെയിൽ വന്നാൽ ഇതിൻ്റെ ലീഫ് ചെറുതാവുക, പിന്നെ എന്താ പെയിലായി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അല്ല ബാൽക്കണിയിലൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ പെട്ടെന്ന് വളരുകയും ചെയ്യും. ഭയങ്കര ഗ്രീനിഷായിട്ട് അങ്ങനെ ഉള്ളൊരു പ്ലാന്റാണിത്. വലിയ കെയറൊന്നും വേണ്ട. നമ്മൾ പെട്ടെന്ന് നനക്കാനൊക്കെ മറന്നു പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം ഒന്നും വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ലാതെ നല്ല പ്ലാന്റാണ്. ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നഴ്സറിയിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ കിട്ടിയാലും മതി, നമുക്കത് ഒരുപാട് സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്നതാണ് ടർട്ടിൽ വൈൻ എന്ന് പറയുന്നത്. ഏറ്റവും ട്രെൻഡി ആയിട്ടാണെന്ന് തോന്നുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് ഗ്രോയിങ് ആയിട്ടുള്ള, പിന്നെ മറ്റേ ടർട്ടിൽ വൈൻ പോലെയല്ല, ഇത് ഒരുപാട് താഴേക്ക് വളരുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലാന്റ്. ഇതാണ് ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ്. ഇതൊരു സക്യുലൻ്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് കുറച്ച് കട്ടിയുണ്ട്. പക്ഷേ സക്യുലൻ്റ് ആണെങ്കിലും തീരെ എല്ലാവർക്കും വളർത്താൻ കഴിയുന്ന, സാധാരണ സക്യുലൻ്റ് എല്ലാവരുടെ കയ്യിൽ നിന്നും കേടായി പോകലൊക്കെയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് വെച്ചാൽ മതി. പിന്നെ ഇത് ഞാനൊരു ചെറിയ കപ്പിലാണ് വളർത്തുന്നത്. ചായ കുടിക്കുന്ന കപ്പാണ്. ഇതിന് ഡ്രൈനേജ് ഹോളൊന്നുമില്ല. അപ്പോൾ ഞാൻ വെള്ളം നനയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കും. ഒന്നാമത് ഇത് സെക്കലൻ്റ് ആയതുകൊണ്ട് അധികം വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഇത് കപ്പിൽ വളർത്താൻ കാരണം ഈ കപ്പ് എനിക്ക് എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് തന്നതായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവൾ തന്നെ പൊട്ടിച്ചു. അപ്പോൾ എനിക്കത് കളയാൻ തോന്നിയില്ല. അങ്ങനെ ഒട്ടിച്ചപ്പോൾ അതിൽ പിന്നെ ചായ ഒന്നും കുടിക്കാൻ പറ്റണ്ടായപ്പോൾ അതിൽ ഞാൻ ചെടി വളർത്താൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിന് ഒരുപാട് സൺബേൺ ആവരുത്. പിന്നെ കുറച്ച് ഒരുപാട് വെള്ളം വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത്. അത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വെള്ളത്തിലൊരു തണ്ടിട്ടാലും വരും, അല്ലെങ്കിൽ മണ്ണിൽ തന്നെ കുത്തി വെച്ചാലും പെട്ടെന്ന് വളരും. ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കാരണം ഞാൻ വിചാരിച്ചിരുന്നു ഈ പ്ലാന്റ് ഞാൻ ഒരുപാട് അരുമയായിട്ട് കൊണ്ടുവന്നായിരുന്നു. ഞാൻ അങ്ങനെ നോക്കുന്ന ഒരുപാട് പ്ലാന്റ്സൊക്കെ എൻ്റെ സ്നേഹക്കൂടുതൽ കാരണം ബുദ്ധിമുട്ടി വീർപ്പുമുട്ടി മരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും അങ്ങനെ ആവുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. പക്ഷേ എന്താണ്, നല്ല കുട്ടിയായിട്ട് ഈ പ്ലാന്റ് വളരുന്നുണ്ട്. അത്ര എൻ്റെ ഫേവറേറ്റ്. ഇതിപ്പോൾ കുറേ ഫേവറേറ്റ് ആയില്ലേ. അങ്ങനെ എൻ്റെ പ്ലാന്റ്സൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതും നല്ലൊരു പ്ലാന്റാണ്, ടാങ്കിൾഡ് ഹാർട്ട് എന്ന് പറയുന്നത്. ഈ ചെടിയുടെ പേര് പൈലിയ നുമുലാരിഫോലിയ എന്നാണ്, അല്ലെങ്കിൽ ക്രീപ്പിംഗ് ചാർലി എന്നാണ് പറയുക. ഇതിന് പക്ഷേ എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു ദിവസമൊക്കെ വെള്ളം ഒഴിക്കാൻ മറക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചെടി അങ്ങ് ക്ഷീണിച്ചോ അല്ലെങ്കിൽ അത്
ഭയങ്കര ഡള്ളായ പോലെ ഇരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിനിങ്ങനെ തൂക്കിയിടുന്നതിലും കുറച്ചുകൂടി ഭംഗിയായിട്ട് കുറച്ചുകൂടി വലിയ ലീഫൊക്കെ കാണുന്നത് എന്താണ് നമ്മൾ താഴെ കൂടി പടർത്തുമ്പോഴാണ്. എന്നാലും ഇത് ഇങ്ങനെ എന്താ പറയുക, താഴേക്ക് ഇങ്ങനെ നല്ല നൂല് പോലെ അല്ല അല്ലേ, കുറച്ച് താഴേക്ക് വരാൻ നല്ല ഹൈറ്റല്ലല്ലോ ലെങ്ത് അല്ലേ, ലെങ്ത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല പ്ലാന്റാണ് ക്രീപ്പിംഗ് ചാർലി എന്ന് പറയുന്നത്. ഇതാണ് ഫ്ലെയിം വയലറ്റ്. ഇത് ഫ്ലവറിങ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നേരത്തെ ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരുന്നു, അത് പൊട്ടി താഴെ വീണതാകെ ചെടിയൊക്കെ കേടുന്നു. ഇതിൽ പിങ്ക് ഫ്ലവർ ഉണ്ടാവും, പിന്നെ റെഡ് ഫ്ലവർ ഉള്ളതും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ബാൽക്കണിയിൽ ഇപ്പോൾ കുഞ്ഞു കിളികളൊക്കെ തേൻ കുടിക്കാനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിന് നല്ല ബ്രൈറ്റ് കളറായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകും. ഇതിലിപ്പോൾ കാണിക്കാൻ ഫ്ലവേഴ്സ് ഒന്നും ഇതിലൊക്കെ കൊഴിഞ്ഞുപോയി. അപ്പോൾ ഫ്ലെയിം വയലറ്റ് നമ്മൾക്ക് അങ്ങനെ ചെയ്താൽ നമുക്ക് ഹമ്മിങ് ബേർഡ്സിനൊക്കെ നമ്മളുടെ ബാൽക്കണിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതും താഴേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു പെട്ടെന്നൊന്നും കേടുവരുന്ന ചെടിയൊന്നുമല്ല. എല്ലാ ദിവസവും നോർമലി നമ്മൾ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം, എപ്പോഴെങ്കിലും വളം കൊടുക്കാം, അത്ര മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ കെയർ ഒന്നും ഞാനിതിൽ കാണിക്കുന്ന ഒരു ചെടിക്കും കൊടുക്കുന്നില്ല. സാധാരണ ചെടികളൊക്കെ പോലെ തന്നെ ഇവരങ്ങനെ വളർന്നു പോവുകയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾക്ക് നഴ്സറിയിൽ കിട്ടും. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പോകുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിലൊക്കെ കണ്ടാൽ അവരോട് ഒന്ന് പോയി ചോദിച്ചാൽ മതി. ചിലപ്പോൾ തരും, ചിലപ്പോൾ അവർ ചീത്ത മുഖമായിരിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ മതി. ഇതിലുള്ള പ്ലാന്റ്സൊക്കെ അധികം ഞാൻ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയത്, അല്ലെങ്കിൽ ചിലതൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സാധാരണയായിട്ട് കാണുന്നതാണ്. റെയറായിട്ടുള്ള ഒരു പ്ലാന്റ്സ് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.